3 ക്യാബിൻ ക്രൂ ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ട് അതിൽ 2 എണ്ണത്തിനും എനിക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. അതായത് ഒന്ന് വിസേറും രണ്ടാമത്തെ ഫ്ലൈ ദുബായും. ഈ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയുകയാണെങ്കിൽ മിക്കുള്ള ക്യാബിൻ ക്രൂ ഇന്റർവ്യൂസിനും നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് എപ്പോഴും സെയിം തന്നെ ആയിരിക്കും. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് നമ്മളെ പറ്റിയും രണ്ടാമത്തത് നമ്മൾ ഏത് എയർലൈനാണോ അപ്ലൈ ചെയ്യുന്നത് അവരെ പറ്റിയും. ക്യാബിൻ ക്രൂ ഒരു കസ്റ്റമർ സർവീസ് ബേസ്ഡ് ജോബ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ CV അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യുക. CVയിലുള്ള ഓരോ കാര്യങ്ങളെയും പറ്റി നന്നായിട്ട് പഠിക്കുക. അതായത് നമ്മുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ, എന്തുകൊണ്ട് ക്യാബിൻ ക്രൂ ആവാൻ ആഗ്രഹിക്കുന്നു, എന്തുകൊണ്ട് ഈ എയർലൈനെ ചൂസ് ചെയ്യുന്നു, പിന്നെ കുറച്ച് സിറ്റുവേഷൻസും, അതായത് കോൺഫ്ലിക്റ്റ് വിത്ത് എ ക്രൂ മെമ്പർ അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് വിത്ത് എ പാസഞ്ചർ, പിന്നെ ഇതൊക്കെ നമ്മൾ എങ്ങനെ റിസോൾവ് ചെയ്തു എന്നുള്ളതൊക്കെ. ഇതിനുള്ള ആൻസേഴ്സ് ഒക്കെ നിങ്ങളുടെ കയ്യിൽ റെഡി ആണെങ്കിൽ അന്ന് അവിടെ പോകുമ്പോൾ തന്നെ നിങ്ങളുടെ കോൺഫിഡൻസ് വളരെ ഹൈ ആയിരിക്കും. കോൺഫിഡൻസ് ഹൈ ആണെങ്കിൽ തന്നെ നിങ്ങൾ ഓൾറെഡി ലാസ്റ്റ് റൗണ്ടിലേക്ക് എത്തിയെന്ന് തന്നെ വിചാരിച്ചോളൂ. പിന്നെ എയർലൈനെ പറ്റി പഠിക്കുമ്പോൾ അവർക്ക് റീസെൻ്റ് ആയിട്ടുണ്ടായിരുന്ന ബിഗ് അനൗൺസ്മെന്റ്സ് അല്ലെങ്കിൽ നല്ല അച്ചീവ്മെന്റ്സ്, ആ ഒരു ഗ്രോത്ത് പാറ്റേൺ ഒക്കെ വായിച്ചിട്ട് പോകുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇതൊക്കെ പ്രിപ്പയർ ചെയ്ത് നെക്സ്റ്റ് ഇന്റർവ്യൂവിൽ സക്സീഡ് ആവട്ടെ എല്ലാവരും. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.